Technic Story channel പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നും പറയാറുള്ള പോലെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്തിടുക. ഓൾ സെലക്ട് ചെയ്തിട്ടുള്ള ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് കൊട്ടിയത്തുള്ള Cityfones എന്ന് പറയുന്ന ഷോപ്പാണ്. അപ്പോൾ Cityfonesന് വലിയൊരു താങ്ക്സ്. ബാൻഡ് വാച്ച് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ Cityfonesമായിട്ട് ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്പർ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീഡിയോ റിയൽമി ബാൻഡിനെ കുറിച്ചാണ്. ഇത് റിയൽമി ബാൻഡ് ഫിറ്റ്നസ് ബാൻഡാണ്. നമ്മളെ വാച്ച് പോലെ ഇരിക്കുന്ന സ്മാർട്ട് വാച്ച് പോലെ ഇരിക്കുന്ന ഫിറ്റ്നസ് ബാൻഡാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല, അപ്പോൾ ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ IP68 വാട്ടർ പ്രൂഫാണ്. നമ്മൾ മഴയത്തൊക്കെ ഇട്ടുകൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇത് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു ബാൻഡാണ്. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ റിയൽമിയുടെ ബാൻഡ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇവിടെ സീൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് സീൽ ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കാം. ഓക്കെ ഓക്കെ Alright. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് യൂസർ മാനുവൽ ഉണ്ട്, ബാൻഡ് ഉണ്ട്. ഓക്കെ, വേറെ ഒന്നുമില്ല. ബാൻഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ബാൻഡ്. അപ്പോൾ കണ്ടാൽ നമുക്കൊരു സാധാ ഒരു വാച്ച് പോലെ, നോർമൽ വാച്ച് പോലെ തോന്നും. നമുക്കിതിൻ്റെ യെല്ലോയും ബ്ലാക്കുമാണ് വേറെ വേരിയൻറ്റുകളുള്ളത്. ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്. ഇതിൻ്റെ ഫേസ് കാണാൻ പറ്റും. ടൈം എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാനിതിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ ആക്കിയുള്ളൂ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സൈഡിലായിട്ട് USB-യുടെ ഒരു പോർട്ടുണ്ട്. ഇത് നിങ്ങൾക്കിനെ ശക്തിയായിട്ട് വലിച്ചാൽ ഇത് ഊരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും USB-യുടെ പോർട്ടുണ്ട്. അപ്പോൾ ഇത് ചാർജറിലേക്ക് ഡയറക്റ്റ് കുത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇത് ചാർജറാണെങ്കിൽ ചാർജറിലേക്ക് ഇതുപോലെ ഡയറക്റ്റ് കുത്തി നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി. അകത്തേക്ക് കയറ്റാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഊരാനായിട്ട് നല്ല ശക്തിയായിട്ടൊന്ന് വലിച്ചാൽ മതി, ഊരിയെടുക്കാം. നമ്മൾ നല്ല ക്വാളിറ്റി സ്ട്രാപ്പാണ് നമുക്കിതിൽ തന്നേക്കുന്നത്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് മെറ്റലാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് മെറ്റൽ പോലെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. 20 ഗ്രാമേ ഉള്ളൂ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. അതുപോലെ തന്നെ 16 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ 3 കളറുകളാണുള്ളത്. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ, ഇങ്ങനെ 3 കളറുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് 90 mAh ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ 10 days ആണ് അവർ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 10 days വരെ ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ സൈസ്, അതായത് സ്ക്രീനിൻ്റെ ഈ സൈസ് വരുന്നത് 2.4 cm ആണ്. അതായത് 0.96 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. പിന്നെ ഒറ്റ ബട്ടൺ, താഴെ ഒറ്റ ബട്ടണേ ഉള്ളൂ. നമുക്ക് ഈ ബട്ടണിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം മാറ്റുന്നത്. ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഓപ്ഷൻസ് മാറി മാറി വരും. ഇത് കാണാൻ പറ്റും. ഇതുപോലെ ഓപ്ഷൻസ് മാറി മാറി വരും. അപ്പോൾ നമുക്കിതൊന്ന് ഫോണിൽ കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. അപ്പോൾ ഞാനിവിടെ ഫോണിൽ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം റിയൽമിയുടെ ഒരു റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിടണം. നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും, സ്ക്രീനിൽ കാണാൻ പറ്റും റിയൽമി ലിങ്ക്. ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഡിവൈസ് ഓൺ ആക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഡിവൈസ് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും പ്ലസ് ചിഹ്നത്തിൽ ഞാൻ പ്രസ് ചെയ്തു. അപ്പോൾ റിയൽമി ബാൻഡിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിയൽമി ബാൻഡ് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റിയൽമി ബാൻഡ് സെലക്ട് ചെയ്തു. ബ്ലൂടൂത്ത് സ്കാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും എൻ്റെ വാച്ച് ഇപ്പോൾ ഇവിടെ സെലക്ട് വന്നിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. വാച്ച് നമുക്ക് അടുത്ത് വയ്ക്കാനായിട്ട് അതിൽ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് കണക്റ്റ് ആകുമെന്ന് നോക്കാം. കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. വാച്ച് കണക്റ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ സമയം കാണാം. സമയം തെറ്റിയാണ് കിടക്കുന്നത്. വാച്ച് കണക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് സമയവും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് തന്നെ ശരിയാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പെയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ താഴത്തെ ഞാൻ പറഞ്ഞില്ല ബട്ടൺ, അതിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം ഇത് പെയർ ആവും. ഓക്കെ, സ്റ്റാർട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളുടെ ഡീറ്റെയിൽ കൊടുക്കാനാണ്. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാച്ച് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിൽ കാണാം, ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നതിൽ നമുക്കിത് കണക്റ്റ് ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബ്ലൂടൂത്തിൽ അവിടെ 1 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് ബ്ലൂടൂത്ത് കണക്റ്റായി കിടക്കുന്നതിൻ്റെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും വാച്ച് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ വാച്ചിൻ്റെ ചാർജ് എത്രയുണ്ട്, നമുക്ക് ഇപ്പോൾ വാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാനത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ഇതിൻ്റെ ബാൻഡ് കണക്റ്റായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നമുക്ക് ഉറങ്ങുന്ന സമയം കൗണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ നടക്കുന്നത് എത്ര ദൂരമാണെന്ന്, ഹാർട്ട് റേറ്റിംഗ് എല്ലാം നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സെറ്റിങ്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് പിന്നെ വാച്ച് ഫേസസ് മാറ്റാൻ പറ്റും. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വാച്ച് ഫേസ് ഉണ്ട്. 5 ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. നമുക്കതിൽ ഏത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കോൾ റിമൈൻഡർ നിങ്ങൾക്ക് ഇതിൽ കാണാം. കോൾ റിമൈൻഡർ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സെറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കോൾ റിമൈൻഡർ വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓഫാണ് ഇപ്പോൾ, നമുക്ക് ഓണാക്കിയിടാം. അതുപോലെ അലാറം അങ്ങനെയുള്ള എല്ലാം നമുക്ക്, അതുപോലെ വെള്ളം കുടിക്കുന്നതിൻ്റെ വാട്ടർ റിമൈൻഡർ, എത്ര സമയം കൂടെ നമ്മൾ വെള്ളം കുടിക്കണം, ഇതൊക്കെ എല്ലാ ഇതിനകത്തുണ്ട്. എക്സസൈസ് എല്ലാ ലാംഗ്വേജ് മാറ്റണമെങ്കിൽ ലാംഗ്വേജ് മാറ്റാം. എല്ലാ ഓപ്ഷനും നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ നല്ലൊരു ബാൻഡാണിത്. ഇതിൻ്റെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും, അതായത് നമ്മൾ നല്ല വില കൊടുത്ത്, അതായത് 5000-6000 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ബാൻഡിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ വലിയ വാച്ച് ഫേസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് വരുന്നത്. നമുക്ക് നല്ല ഔട്ട്ഡോറിലൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. ഫൈൻഡ് ഫോൺ, അതായത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വാച്ച് ഉപയോഗിച്ച് നമുക്കത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഫൈൻഡ് ഫോൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അബൌട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്, ഫോണിൻ്റെ അല്ല, നമ്മളുടെ ബാൻഡിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എബൌട്ട് ഇതുണ്ട്. അത് ചെക്ക് ചെയ്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്രയും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. അതായത് കോൾസിന്റെ നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യും, ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യും, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സഞ്ചർ, ജിമെയിൽ, ട്വിറ്റർ, ടിക്ടോക്ക്, യൂട്യൂബ്, നമ്മളെ നോർമൽ SMS, ഇതെല്ലാം ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാൻഡിന്റെ ഫേസ് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിന്റെ നമുക്ക് ബാറ്ററിയുടെ ചാർജിങ് ബാറ്ററി എത്ര റിമൈൻഡിങ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴിയാണ് ബാറ്ററി റിമൈൻഡർ അറിയാൻ പറ്റുന്നത്. ഇതിൽ കാണാൻ പറ്റും 76% ബാറ്ററി നമുക്ക് ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണം നമുക്ക് ഈ പിന്നെ ആപ്ലിക്കേഷൻ വഴിയാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ ഇത് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ബാൻഡ് നമുക്കത് കണക്ട് ചെയ്ത് നമ്മളുടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ടൈം മാറിയിട്ടുണ്ട്. നമുക്ക് വേറെ ഓപ്ഷൻസ്, മ്യൂസിക് കൺട്രോളിങ് ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കസ്റ്റം ഫംഗ്ഷൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫൈൻഡ് ഫോൺ, സ്റ്റോപ്പ് വാച്ച്, വെതർ, നമുക്കത് ഓപ്ഷൻസ് ഓണാക്കാൻ പറ്റും എക്സ്ട്രാ. അതുപോലെ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓണാക്കുകയോ ഓഫാക്കുകയോ എന്തുവേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സ്മാർട്ട് ബാൻഡ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ബാൻഡ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നടുക്കുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അത് സെലക്ട് ആവും. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ബാക്കിൽ ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ സെൻസറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹാർട്ട് റേറ്റിന് കൊടുത്തിട്ടില്ല. അതുപോലെ ക്രിക്കറ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അത് ഓപ്ഷൻ ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമിയുടെ ബാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഇത് ഷോപ്പിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്.
വാച്ചിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ വാച്ച് നമ്മളുടെ മുഖത്തിന് നേർക്ക് ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിൻ്റെ സ്ക്രീൻ ഓൺ ആവും. അതായത് ഇപ്പോൾ നമ്മൾ കയ്യിൽ കെട്ടിയേക്കുന്ന വാച്ച് നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയാൽ മതി, സ്ക്രീൻ ഓൺ ആവും. കണ്ടില്ലേ? ഇതിപ്പോൾ ഓഫാണ്, നമ്മളിത് ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവും. ഓക്കെ, കണ്ടോ? നമ്മൾ താഴ്ത്തി വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവും, നമ്മൾ ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവും. ഓഫായി, ഓണായി. ഓക്കെ, നമുക്കിത് കയ്യിലൊന്ന് കെട്ടി നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കയ്യിൽ കെട്ടിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാണാൻ നല്ല രസമുണ്ട്. നമുക്കൊരു വാച്ച് കിടക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്യത്തില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വെച്ച് കിടക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്യത്തില്ല. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിയൽമി ബാൻഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ ബാൻഡിനെ കുറിച്ച് അറിയാത്തവരെല്ലാം അറിയട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊട്ടിയത്തെ ഷോപ്പിൽ റിയൽമി ബാൻഡ് അവൈലബിൾ ആണ്, സ്റ്റോക്ക് ഉണ്ട്. ഞാൻ കണ്ടിരുന്നു, ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അവരുടെ കടയുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.